പിറ്റേന്ന് രാവിലെ 7 മണി നേരത്താണ് ദേവു എഴുന്നേറ്റത്. കുളിച്ചു പെട്ടെന്ന് റെഡിയായി. കുർത്തി ടോപ്പും ലെഗിനുമായിരുന്നു അവളുടെ വേഷം. മുറിയിൽ നിന്ന് ഇറങ്ങാൻ നേരം കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അബിയെ നോക്കിയൊന്ന് പ്രാകാരം അവൾ മറന്നില്ല. ദേവു താഴേക്ക് ചെന്നു. ആ സമയത്ത് തന്നെയാണ് ആമിയും എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നതും. ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. ആമിയുടെ കൂടെ അടുക്കളയിലോട്ട് ചെന്ന് ആമി ചായ ഇടുന്നതൊക്കെയും നോക്കി നിന്നു. അടുക്കള പണിയൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. എങ്കിലും തനിക്ക് പഠിപ്പിച്ചു തന്നാൽ താൻ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞതും ആമിക്ക് അന്നേരം അവളോട് മതിപ്പാണ് തോന്നിയത്. അനു പറഞ്ഞതുപോലെയുള്ള പ്രവൃത്തിയൊന്നും ഇതുവരെയായിട്ടും ദേവുവിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടതുമില്ല. ആമിയും ദേവും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അതിനിടയിൽ അബിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെയും ആമി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ നേരം ദേവ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതും ഇന്നെന്തായാലും താൻ ഹെൽപ്പ് ചെയ്യണ്ട എന്നും പറഞ്ഞ് ആമി അവളെ ഒരിടത്തിരുത്തി. അപ്പോഴാണ് ചോട്ടു എഴുന്നേറ്റ് വരുന്നത്. ആമിയുടെ പിന്നാലെ നടന്ന് എന്തൊക്കെയോ പറയുന്ന ചോട്ടുവിനെ ദേവ് ശ്രദ്ധിച്ചു. ദേവു, ഇവൾക്ക് ഒരു ഗ്ലാസ് ചായ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? എടുത്തു കൊടുത്താലേ ഇവൾ എന്തേലും കഴിക്കുള്ളൂ. മിക്കവാറും ഞാൻ വാരിക്കൊടുക്കണം. ഇവൾക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും മരിക്കുന്നതും. ആമി അത് പറയുമ്പോൾ ദേവുവിന് പ്രസവിച്ച ഉടനെ നഷ്ടമായ തൻ്റെ മമ്മിയെയും പിന്നീടുള്ള തൻ്റെ ജീവിതവും ഓർമ്മ വന്നു. മമ്മിയുടെ മരണശേഷം മക്കൾക്ക് വേണ്ടി ജീവിച്ച തൻ്റെ പപ്പ, ഇവിടെയാണെങ്കിൽ പെങ്ങന്മാർക്ക് വേണ്ടി ജീവിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാങ്ങള. രണ്ടുപേരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പലതും ത്യജിച്ചിട്ടുണ്ട്. ദേവു ചിന്തയിൽ നിന്നുണർന്നു. ചോട്ടുവിന് ചായ ഒഴിച്ചു കൊടുത്തു. അവൾ ചായ കുടിക്കുന്നത് ദേവു ഒരു നിമിഷം നോക്കി നിന്നു. തന്നെ പോലെ അമ്മയുടെ സ്നേഹവും കരുതലും കിട്ടാതെ വളർന്ന കുട്ടിയാണ് അവളെന്ന് അറിഞ്ഞത് ദേവുവിന് ചോട്ടുവിനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി. അമ്മയുടെ സ്നേഹം കിട്ടിയില്ലേലും അമ്മയോളം സ്നേഹിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി തന്നെയാണ് ഈ വീടിൻ്റെ വിളക്കെന്ന് ദേവുവിന് തോന്നി. മറ്റു 3 പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പെരുമാറ്റവും രൂപവും. ഒരു നാടൻ പെൺകുട്ടി. ആമിയോട് പിന്നെയും എന്തൊക്കെയോ പറയുന്ന ചോട്ടുവിനെ ദേവു നോക്കി. ആമി ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായതുകൊണ്ട് ദേവു അവളുടെ കൈയും പിടിച്ച് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. അബി ഇപ്പോഴും ഉറങ്ങുന്നുണ്ട്. ദേവു സെറ്റിയിലിരുന്ന് ചോട്ടുവിനെ തൻ്റെ അരികിൽ പിടിച്ചിരുത്തി. ഞാൻ ചോട്ടു എന്ന് വിളിച്ചോട്ടെ? ദേവു ചോദിച്ചു. അവളൊന്ന് മൂളി. ചോട്ടുവിന് എന്നോട് എന്തേലും ദേഷ്യമുണ്ടോ? അവൾ ഇല്ലെന്ന് തലയണക്കി. അപ്പോൾ ഇഷ്ടമുണ്ടോ? ദേവു വീണ്ടും ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഇഷ്ടമില്ല അല്ലേ? അതെന്താ ചേച്ചി ഇഷ്ടമില്ലാത്തേ? ഈ ചേച്ചി പാവല്ലേ. ഈ ചേച്ചിക്ക് ഇവിടെ ആരുമില്ല. ചേച്ചി ഇവിടെ ആർക്കും ഇഷ്ടവുമല്ല. ചോട്ടുവിനും ഇഷ്ടമല്ല, ചേച്ചിമാർക്കും ഇഷ്ടമല്ല, ചോട്ടുവിൻ്റെ ചേട്ടനും ഇഷ്ടമല്ല. ദേവു സങ്കടമൊക്കെ വരുത്തിക്കൊണ്ട് പറഞ്ഞു. അബിയാണെങ്കിൽ ഉറക്കമുണർന്ന് ഇരുവരുടെയും സംസാരം ശ്രവിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ചോട്ടു പറഞ്ഞു. പിന്നെന്താ എന്നോട് കൂട്ടുകൂടാത്തെ? അത് പിന്നെ അനുവേച്ചി ഈ ചേച്ചിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു ഈ ചേച്ചി ഇവിടെ വന്ന അബിയേട്ടന് പിന്നെ എന്നോടുള്ള ഇഷ്ടം കുറയോത്രേ. ഇനി മുതൽ അബിയേട്ടൻ്റെ കാറിൽ എൻ്റെ സ്ഥാനം പിറകിലാണത്രേ. എനിക്ക് പേടിയാ. അബിയേട്ടൻ എൻ്റെ ഏട്ടനല്ലേ? ചോട്ടു പറഞ്ഞതൊക്കെയും കേട്ടതും ദേവുവിന് അനുവിനോട് പുച്ഛമാണ് തോന്നിയത്. ഒപ്പം ബെഡിൽ ഉറക്കം നടിച്ചു കിടക്കുന്ന അബിക്കും അനുവിനോട് ചെറിയ ദേഷ്യം തോന്നി. ഒരു കൊച്ചുകുട്ടിയോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതെല്ലോ, അബിയേട്ടൻ മോളുടെ ചേട്ടനാ. അതൊന്നും അങ്ങനെ തന്നെയാ. ചോട്ടു പേടിക്കണ്ട കേട്ടോ. ചോട്ടുവിൻ്റെ അബിയേട്ടനെ ചേച്ചി തട്ടിയെടുക്കില്ല. അബിയേട്ടന് ഏറ്റവും ഇഷ്ടം ആരാണെന്നറിയോ? ചോട്ടുവിനെയാ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അബിയേട്ടൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലെ എന്നും ചോട്ടു തന്നെ ഇരുന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 2 പേർക്ക് ഒരുമിച്ചിരിക്കാം. എൻ്റെ മടിയിൽ ചോട്ടു ഇരുന്നോളൂ. എനിക്കേ ഇതുപോലുള്ള അനിയത്തിക്കുട്ടിയൊന്നും ഇല്ലെന്ന്. എനിക്ക് ഇയാൾ ഒരുപാട് ഇഷ്ടമായി. അതും പറഞ്ഞു ദേവു അവളുടെ കവിളിൽ ചുംബിച്ചു. ഇനി ചേച്ചിയോട് പിണങ്ങോ? അവളില്ലെന്ന് തലയനക്കി. എന്നാൽ ചേച്ചിക്ക് ഒരു ഉമ്മ തന്നെ. ദേവു തൻ്റെ കവിൾ അവൾക്ക് നേരെ നീട്ടിയതും അവളും തിരിച്ചു ദേവുവിനെ ചുംബിച്ചു. ദേവു അവളുടെ മുടി ചീകി ഭംഗിയിൽ കെട്ടിക്കൊടുത്തു. കൂടെ ലൈറ്റായിട്ട് മേക്കപ്പ് ഇട്ട് കൊടുത്തു. ഇതൊക്കെയും അബി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയും ചോട്ടുവിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. തൻ്റെ ചേച്ചിമാരോട് കെഞ്ചി പറഞ്ഞാലും അവരൊന്നും ഇതൊന്നും ചെയ്തു കൊടുക്കില്ലായിരുന്നു. ആമിയാണെങ്കിൽ മേക്കപ്പ് ഉപയോഗിക്കാറില്ല. വെറൈറ്റി ഹെയർ സ്റ്റൈലിൽ തൻ്റെ മുടി കെട്ടുന്നത് ചോട്ടുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ദേവു അവളെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ദേവു തന്നെ ഒരുക്കിയത് കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് എന്നും ഇതുപോലെ മുടി കെട്ടിത്തരണേ, ചോട്ടു പറഞ്ഞു. പിന്നെന്താ? ദേവു തിരിച്ചും പറഞ്ഞു. പിങ്കി പ്രോമിസ്? പിങ്കി പ്രോമിസ്, ദേവു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചോട്ടൂസ്, മുറ്റത്തൊരു റോയൽ എൻഫീൽഡ് കിടപ്പുണ്ടല്ലോ, ആരുടെയാ? ദേവു പതുക്കെ ചോദിച്ചു. ചോട്ടു അബിയെ ചൂണ്ടിക്കാണിച്ചു. ആണോ? നമുക്കേ ഒരു ചിന്ന റൈഡ് പോയാലോ? ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? പിന്നല്ല, ചേച്ചി വിമാനം വരെ പറത്തില്ലേ? അല്ല ചോട്ടു, അതിൻ്റെ കീ എവിടെയാ ഉള്ളേ? ദേവു അവളുടെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. ചോട്ടു ആ മുറിയിലെ വാർഡ്രോബിൻ്റെ ഷെൽഫ് കാട്ടിക്കൊടുത്തതും ദേവു തുറന്നു നോക്കി. കീ കിട്ടിയതും ദേവു ചോട്ടുവിന് നേരെ തംസപ്പ് കാണിച്ചു.
മോൾ ഒന്ന് പുറത്ത് നിൽക്കോ, ചേച്ചി ഈ ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ. ദേവ് പറഞ്ഞത് കേട്ടതും ചോട്ടു മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ദേവ് ഡോറടച്ച് ലോക്കിട്ടു. റോയൽ എൻഫീൽഡ് ഓടിക്കുമ്പോൾ ഈ ഡ്രസ്സ് കൊള്ളില്ല, മാറിയേക്കാം എന്നും കരുതി വാർഡ്രോബ് തുറന്നപ്പോൾ മൊത്തം സാരിയും ചുരിദാറും ധാവണിയും നൈറ്റിയും. ഡോക്ടറാണത്രേ ഡോക്ടർ, ബ്ലഡി ഗ്രാമവാസി കെട്ടിയോൻ എന്നും പെരുപിറുത്ത് അബിയുടെ വാർഡ്രോബ് തുറന്നു നോക്കി. അതിൽ നിന്നും ചെറുത് നോക്കി ടീഷർട്ടും ഒരു ജോഗറും എടുത്ത് കയ്യിൽ പിടിച്ചു. അവളുടെ പ്രവർത്തികൾ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു അബി. ദേവ് തിരിയുന്നത് കണ്ടതും അവൻ ഉറക്കം നടിച്ചു കിടന്നു. ഇതേസമയം അബി ഉറങ്ങുകയാണല്ലോ എന്ന് കരുതി ദേവു ഡ്രസ്സിംഗ് റൂമിലൊന്നും പോവാൻ നിൽക്കാതെ തൻ്റെ കുർത്തി ടോപ്പ് തലവഴി ഊരിയെടുത്തു. അവൻ്റെ ടീഷർട്ട് എടുത്തിട്ടു. ശേഷം ലെഗിന് മുകളിലേക്ക് തന്നെ ജോഗറും ധരിച്ചു. കൂടെ അവിടെ കിടന്ന അവൻ്റെ കൂളിംഗ് ഗ്ലാസും ടീഷർട്ടിൻ്റെ നെക്കിൽ തൂക്കി. അവനിൽ നിന്ന് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ടായിരുന്നു അവളുടെ ഈ പ്രവൃത്തി. അതിനാൽ കാര്യമായ സീൻ പിടുത്തൊന്നും നടന്നില്ലേലും പറ്റാവുന്ന പോലെ അവൻ പിടിച്ചിട്ടുണ്ട്. തൻ്റെ ഡ്രസ്സ് ഇട്ട് ഡോറും തുറന്ന് പോകുന്ന പെണ്ണിനെ അവനൊന്ന് നോക്കി. എൻ്റെ ഡ്രസ്സ് ഇട്ട് ഇവളിതെങ്ങോട്ടാ? കുത്തനച്ച് പുരപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി പുരപ്പുറം തൂക്കാനുള്ള പുറപ്പാടെങ്ങാനാണോ? അബി അതും മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് അവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ ബാൽക്കണി ഡോറും തുറന്ന് പുറത്തിറങ്ങി. അബിയുടെ ഡ്രസ്സും ധരിച്ച് ചോട്ടുവിൻ്റെ കൈയും പിടിച്ച് തന്നോട് യാത്ര പറഞ്ഞിറങ്ങുന്ന പെണ്ണിനെ ആമി ചെറുചിരിയാതെ നോക്കി നിന്നു. അബിയുടെ റോയൽ എൻഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടതും അനുവും അപ്പുവും അച്ചുവും പുറത്തിറങ്ങി വന്നു. അബിയുടെ വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്ന ദേവു, പിറകിൽ അവളെ വട്ടം ചുറ്റി പിടിച്ചിരിക്കുന്ന ചോട്ടുവും ആ കാഴ്ച കണ്ട് മൂന്നും അന്തം വിട്ട് നോക്കിയാണ്. ഒപ്പം കടുത്ത അസൂയയും തോന്നി. ചോട്ടുവിനെയും പിറകിലിരുത്തി തൻ്റെ ലേറ്റസ്റ്റ് മോഡൽ റോയൽ എൻഫീൽഡ് ഓടിക്കുന്ന ദേവുവിനെ കണ്ടതും അബിയുടെ മുഖം ഒരു നിമിഷം വിടർന്നു. ദേവുവിനെ പോലെ ചോട്ടുവും കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട്. വണ്ടി ഗേറ്റും കടന്നു പോകുന്നത് അബി ബാൽക്കണിയിൽ നിന്നും നോക്കി നിന്നു. എന്തോ ഓർത്തതും ഇത്രയും നേരം വിടർന്നിരുന്ന മുഖം പൊടുന്നനെ ഇരുണ്ടു. ഇനി എന്തൊക്കെ ഉണ്ടാവും എന്തോ അബി മനസ്സിൽ പറഞ്ഞുപോയി. ഇതേ സമയം താഴെയുള്ള മൂന്നെണ്ണം കുശുമ്പ് കുത്തി എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്. ശേഷം ആമിയുടെ അരികിലേക്ക് നടന്നു. ഞങ്ങളൊന്ന് വണ്ടി ഓടിച്ചു പഠിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു. ഞങ്ങൾ ഓടിച്ച ഓഹോ, ഭാര്യ ഓടിച്ച ആഹാ. ഒറ്റ ദിവസം കൊണ്ട് അബിയേട്ടന് മാറ്റം വന്നു. ഇനി എന്തൊക്കെ കാണണമെന്തോ. വന്ന് കയറിയില്ല, അപ്പം തന്നെ പലതും കൈയടക്കി. അനു ആരോടൊന്നില്ലാതെ ഓരോന്ന് പറയുന്നുണ്ട്. എൻ്റെ അനു, നിനക്കിത് എന്തിൻ്റെ കേടാ? നീ ഇത്തിരി വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ എങ്ങനെയാ? അവൾ അബിയേട്ടൻ താലി കെട്ടിയ പെണ്ണാണ്. അബിയേട്ടനിൽ നമ്മളെക്കാൾ അവകാശം അവൾക്കാണ്. അവൾ എന്നോട് പറഞ്ഞായിരുന്നു അബിയേട്ടൻ അറിയാതെയാക്കി എടുത്തോണ്ട് പോകുന്നതെന്ന്. എന്നോട് അനുവാദവും ചോദിച്ചിരുന്നു. എന്നോട് എന്തൊരു ബഹുമാനാണെന്നോ. പാവം കുട്ടി. ആമി ചേച്ചി അവളെ എന്തർത്ഥത്തിലാ ചേച്ചിയെന്ന് വിളിക്കുന്നത്? ആമി ചേച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യ അവൾ. അപ്പോൾ ആമി ചേച്ചിയാ അവളെ ചേച്ചിയെന്ന് വിളിക്കേണ്ടത്, അപ്പു പറഞ്ഞു. ദേ അപ്പു, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയല്ലേ. ആ കുട്ടി എന്നേക്കാളും ഇളയതാ. അതിൻ്റെ ബഹുമാനം ആ കുട്ടി കാണിക്കുന്നു. നിനക്കൊന്നും ഇല്ലാത്തതേ ആ കുട്ടി കാണിക്കുന്നുണ്ട്. ഈ അവൾ വിളി അബിയേട്ടൻ കേൾക്കണ്ട. ചേച്ചിന്നോ ഏട്ടത്തിയെന്നോ വിളിച്ചേക്കണം, കേട്ടല്ലോ. പിന്നെ എൻ്റെ പട്ടി വിളിക്കും, അപ്പു പുച്ഛത്തോടെ പറഞ്ഞു. ഈ ആമി ചേച്ചിക്കേ അവൾ എന്തോ കൈവശം തന്നിട്ടുണ്ട്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയൂ എന്ന് പറയാറില്ലേ. അനുഭവം വരുമ്പോൾ പഠിച്ചോളും. നിങ്ങൾ വാ പിള്ളേരെ, അവൾക്കിട്ട് എന്തേലും പടി കൊടുക്കാൻ പറ്റുമോന്നേ നോക്കാലോ. ആ ചോട്ട് ഇത്ര പെട്ടെന്ന് മറുകണ്ഠം ചാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോൾ അവളോടൊന്നും പറയാൻ പറ്റില്ല. അവളത് മറ്റുള്ളവരുടെ ചെവിയിൽ ഓതിക്കൊടുക്കും എന്നും പറഞ്ഞ് അനു അപ്പുവിനെയും അച്ചുവിനെയും കൂട്ടി അകത്തേക്ക് നടക്കാനൊരുങ്ങി. പിള്ളേരെ വന്ന് എന്തെങ്കിലും ഒന്ന് സഹായിക്ക്, പിന്നിൽ നിന്നും ആമി വിളിച്ചു പറഞ്ഞു. റോയൽ എൻഫീൽഡ് ഓടിക്കാൻ ഒരുത്തി വിട്ടില്ലേ, അവളെ വിളിക്കായിരുന്നില്ലേ? എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് അനു അവിടെ നിന്ന് തിരിയാൻ നേരമാണ് മാറിൽ കൈ പിണച്ചു കെട്ടി തങ്ങളെ നോക്കി നിൽക്കുന്ന അബിയെ കാണുന്നത്. അവൻ്റെ നോട്ടം കണ്ടതും അവിടുത്തെ സംസാരമൊക്കെയും അവൻ കേട്ടിട്ടുണ്ടെന്ന് അനുവിന് മനസ്സിലായി. അവൾ അബിക്ക് മുഖം കൊടുക്കാതെ അവിടെ നിന്ന് പോവുകയായിരുന്നു. പിന്നാലെ അപ്പുവും അച്ചുവും. കൂടുതൽ പ്രശ്നം വേണ്ട എന്ന് കരുതി അബി മൗനം പാലിച്ചു. ദേവിനൊപ്പമുള്ള യാത്ര ചോട്ടു ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ഇരുവരും ഐസ്ക്രീം വാങ്ങിക്കഴിച്ചു. കൂടെ ചോട്ടുവിന് ഇഷ്ടപ്പെട്ട മിഠായിയും ഒക്കെയും വാങ്ങിച്ചു കൊടുത്തു. ചോട്ടൂസ്, നമുക്കിനി തിരിച്ചു പോയാലോ? ഇനിയും വൈകിയാ നിന്റെ അബിയേട്ടൻ ചിലപ്പോൾ എന്നെ വെട്ടി നുറുക്കി അച്ചാറിട്ടെന്ന് വരും. ചോട്ടു നേർമയായി മൂളി. ആ മൂളലിന് അത്ര സുഖം പോരെന്ന് ദേവുവിന് മനസ്സിലായി. നമുക്ക് നാളെയും വരാന്നേ, നാളെ ഇത്തിരി നേരത്തെ ഇറങ്ങാം. ദേവ് അവളുടെ മൂഡ് മാറ്റാനായി പറഞ്ഞു. ശരിക്കും? ചോട്ടു ചോദിച്ചു. പിങ്കി പ്രോമിസ്, ദേവ് ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ദേവ് വണ്ടി തിരിച്ചു വിട്ടു. വണ്ടി വീടിനരികിൽ എത്താറായതും തൊട്ടു മുന്നിലെ ഗേറ്റിൽ ആരവ് നിൽക്കുന്നുണ്ടായിരുന്നു. അബിയുടെ പ്രിയപ്പെട്ട വണ്ടിയെ ഓടിച്ചു വരുന്ന ദേവുവിനെ കണ്ട് ആരവ് ഒരു നിമിഷം വായും പൊളിച്ചു നിന്നുപോയി. ഹലോ മലർ മിസ്, രാവിലെ തന്നെ എങ്ങോട്ട് പോയതാ? ഒന്ന് ഹിമാലയം വരെ പോയിട്ട് വന്നതാ, മണ്ണെണ്ണയും ഗോതമ്പ് വാങ്ങിക്കാനേ. അല്ല, മുത്തുവണ്ണൻ്റെ വീട് ഇതായിരുന്നാ? ഞാൻ അറിഞ്ഞില്ല.
ആരവിൻ്റെ വീട്ടിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ദേവ് ചോദിച്ചു. ഞാൻ അഭിയേട്ടൻ്റെ കസിനാണ്. എൻ്റെ പേര് ആരവെന്ന, അല്ലാതെ മുത്തു എന്നല്ല. തന്നെ? മുത്തം ചോദിക്കുന്നവനെ ഞങ്ങൾ മുത്തു എന്നാ വിളിക്കുക. അതെ, ഞാനേ അഭിയേട്ടൻ്റെ ഭാര്യയാണ്. പേര് ദേവു എന്നാ, അല്ലാതെ മലർ മിസ് എന്നല്ല. ഓ ആയിക്കോട്ടെ, ഇനി മുതൽ ദേവു ഏട്ടത്തിയെന്ന് വിളിച്ചോളാം. അത്രക്കങ്ങ് ബഹുമാനം വേണ്ടാട്ടാ. നീ അനുവിൻ്റെ ഫ്രണ്ടല്ലേ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ഞാനിനി തനിക്കിട്ട് പണിയാൻ നിൽക്കില്ല. അഭിയേട്ടൻ്റെ പ്രത്യേക ഓർഡറാണ്. ആണോ? എന്നാൽ നിനക്ക് കൊള്ളാം. ശരി, കാണാം എന്നും പറഞ്ഞ് ദേവു ആരവിനോട് യാത്ര പറഞ്ഞു. വണ്ടി തങ്ങളുടെ ഗേറ്റിനുള്ളിലേക്ക് തിരിച്ചു. വണ്ടി എടുത്തെടുത്ത് വെച്ചു ചോട്ടുവിനെയും തോളിൽ കയറ്റി അവളോട് തൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിക്കാൻ പറഞ്ഞു. വിക്രമാദിത്യനും വേതാളവുമായി കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി എന്ന പാട്ടും പാടിക്കൊണ്ട് ലോലിപോപ്പ് നുണഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ നേരാണ് അഭി പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. വണ്ടിയുടെ കീ വിരലിട്ട് കറക്കിക്കൊണ്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് കോലുമിട്ടായി നുണഞ്ഞുകൊണ്ട് വരുന്ന വിക്രമാദിത്യനും വേതാളവും. പെട്ടെന്ന് അഭിയെ കണ്ടതും വിക്രമാദിത്യന് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. വായിൽ കോലുമിട്ടായും അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. അഭി ദേവുവിനെ വഴക്ക് പറയുന്നത് ലൈവായി കാണാൻ സ്റ്റെയറിൻ്റെ മേലെ നിന്നും മൂന്നും താഴത്തെ കാഴ്ചകളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് നിൽപ്പുണ്ട്. ദേവു അഭിക്ക് നേരെ പുറംതിരിഞ്ഞു ചോട്ടുവിനെ താഴെ ഇറക്കി എന്ന പോലെ നിന്നതും അഭി ചോട്ടുവിനെ താഴെ ഇറക്കി. ചോട്ടുമോള് ചെല്ലിട്ടോ, ചേച്ചി ഈ ഡ്രസ്സൊന്ന് മാറി വരാം. ചോട്ടുവിൻ്റെ കവളി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ദേവു പറഞ്ഞതും ചോട്ടു തിരിച്ചു ദേവുവിൻ്റെ കവളി പിടിച്ചുകൊണ്ട് ഓക്കെ ബഡ്ഡി എന്നും പറഞ്ഞു ആമയുടെ അരികിലേക്ക് ഓടി. അഭിയുടെ അരികിൽ നിന്നും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടേക്കാം എന്നും കരുതി നടക്കാനൊരുങ്ങിയ ദേവുവിൻ്റെ കയ്യിൽ അവൻ്റെ പിടി വീണു. അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ അഭി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. അവളെ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് നോക്കി അവളുടെ കയ്യിലെ കീ അവൻ്റെ കൈക്കുള്ളിലാക്കി. അപ്പോഴും അവളുടെ വായിൽ ലോലിപോപ്പുണ്ട്. അവളുടെ വായിൽ നിന്നും അതെടുത്ത് അവൻ തൊട്ടടുത്തുള്ള വേസ്റ്റ് ബക്കറ്റിലിട്ടു. ആരോട് ചോദിച്ചിട്ടാ എൻ്റെ ഡ്രസ്സും എൻ്റെ വണ്ടിയും എടുത്തത്? അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിലായിരുന്നു അവൻ ചോദിച്ചത്. ആരോടും ചോദിച്ചില്ല. ഇനി മുതൽ നിങ്ങൾക്കുള്ളതെല്ലാം എൻ്റെയും കൂടിയാ. അവളും പതുക്കെയാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് കെട്ടിയോൻ ഒരു ഗ്ലാസ് ചായ പോലും തരാതെ റൈഡിന് പോയിരിക്കുന്നു. കൊള്ളാം, നല്ല ബെസ്റ്റ് കെട്ടിയോൾ. ആണോ? അതെ, കെട്ടിയോളാണെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരാ. കെട്ടിയോളോടുള്ള കടമ നിർവഹിക്കാനും അവൾക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും കൊടുക്കാനുമാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ബെഡ്റൂമിൽ മാത്രം ഈ പറഞ്ഞ സ്നേഹവും പരിഗണനയും കിട്ടുകയാണെങ്കിലേ എൻ്റെ കൈക്കൊണ്ട് പച്ചവെള്ളം പോലും കിട്ടുമെന്ന് കരുതണ്ട. ചായ വേണേ തന്നെത്താൻ പോയി എടുത്തു കുടിക്കേ. ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹത്തിനെ പേര് മറ്റു പലതുമാണ്. വിട്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവനിൽ നിന്നുള്ള പിടി അയക്കാൻ നേരാണ് മുകളിൽ നിന്നും സീൻ പിടിക്കുന്ന മൂന്നെണ്ണത്തിനെ ദേവ് കാണുന്നത്. ഇപ്പോൾ ശരിയാക്കി തരാം എന്നും മനസ്സിൽ പറഞ്ഞു ഒന്നും അറിയാത്ത പോലെ അവനോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. എന്നിട്ട് കുറച്ച് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്താ അഭിയേട്ടാ ഇത്? പോ അവിടെ നിന്ന്. രാത്രി തന്നതൊന്നും പോരെ? എന്നിട്ടും ഉമ്മ വേണോന്നോ? ഇന്നലെ എന്നെ ഒന്ന് കണ്ണടക്കാൻ സമ്മതിച്ചില്ല. ദേ, എൻ്റെ വയറിലും കഴുത്തിലും മൊത്തം നിങ്ങൾ കഴിച്ച പാടുകളാണ്. പിന്നെ ഇത്രയും ഭാഗം കരിനിഴലിച്ച് കിടക്കുക. ഡ്രസ്സിന് മേലെയായി തൻ്റെ ഇടത് മാറിന് മേലെ കയ്യമർത്തിക്കൊണ്ടവൾ പറഞ്ഞു. ഇത്രയ്ക്കും ആക്രാന്തം പാടില്ല, പോ അവിടുന്ന് എന്നും പറഞ്ഞു നാണത്തോടെ അവൻ്റെ കവള് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി ഉള്ളിലൂറിയ ചിരിയോടെ മുന്നോട്ട് നടന്നു. ഇവളിതെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുകളിൽ നിൽക്കുന്ന അനുവിനെയും അപ്പുവിനെയും അച്ചുവിനെയും അവൻ കാണുന്നത്. തന്നെ അവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ വേണ്ടിയാണ് ദേവ് ഓരോന്ന് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. എന്തൊക്കെയായി പെണ്ണ് പറഞ്ഞിട്ട് പോയത്? അവരെന്ത് കരുതി കാണും എന്നോർത്ത് അഭിയിൽ ചെറിയ രീതിയിൽ ദേഷ്യവും നിറഞ്ഞു. ദേവ് മുറിയിലേക്ക് ചെന്ന ഉടനെ അഭിയുടെ ഡ്രസ്സ് മാറി നേരത്തെ ഇട്ട കുർത്തി ടോപ്പ് ഇടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ വീണ്ടും ചൊറിയാൻ സാധ്യതയുണ്ട്. അവൾക്കറിയായിരുന്നു. ജോഗർ ഊരി മാറ്റി അകത്ത് ലെഗിനുണ്ടല്ലോ. ടീഷർട്ട് തലവഴി ഊരി കയ്യിൽ പിടിച്ച് നിൽക്കുന്ന നേരത്താണ് ഡോറും തുറന്ന് അഭി വരുന്നത്. മുന്നിൽ കണ്ട കാഴ്ചയിൽ അഭി ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു. പിന്നീട് അവൾ നേരത്തെ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ഒരു കുഞ്ഞു പണി കൊടുത്തേക്കാം എന്ന് മനസ്സിൽ കരുതി ഡോറും അടച്ച് ലോക്കിട്ട് അവളുടെ അരികിലേക്ക് നടന്നു. ഇതേ സമയം ദേവു, എൻ്റെ തെങ്ങിമൂട്ടി സ്വാമി, ഡോറടച്ച് ലോക്ക് ചെയ്യാൻ മറന്നുപോയി എന്ന് വെച്ച് ഒരു പരീക്ഷണം വേണോ? ഈ ഹിറ്റ്ലറുടെ വരവ് അത്ര പന്തിയല്ലല്ലോ എന്നും ആത്മകഥ പറഞ്ഞു. ദേവു പിന്നെയും ടീഷർട്ട് എടുത്തിടാൻ നോക്കി. ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്നത് കൊണ്ടാവാം അതിൻ്റെ തലയും വാലും ഒന്നും അവൾക്ക് കാണുന്നില്ലായിരുന്നു. അതിനിടയിൽ അഭി തൻ്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അവൾ പിറകിലോട്ട് ചുവടുകൾ വെച്ചു. ഒടുവിൽ ചുവരിൽ തട്ടി നിന്നതും അവൻ അവളുടെ ഇരു സൈഡിലും തൻ്റെ കൈകൾ വെച്ച് ലോക്ക് ചെയ്ത് നിർത്തി. ദേവ് അവൻ്റെ ടീഷർട്ട് കൂട്ടിപ്പിടിച്ചു മറച്ചിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. അവളത് കാണുകയും ചെയ്തു. എന്തായി കാണിക്കുന്നത്? മനുഷ്യൻ്റെ ഡ്രസ്സ് മാറാനും സമ്മതിക്കില്ലേ? അവൾ കെറിവിച്ചുകൊണ്ട് പറഞ്ഞു. ഡ്രസ്സ് മാറാൻ ഡ്രസ്സിംഗ് റൂമുണ്ട്, അല്ലാതെ ഇവിടെ നിന്ന് മാറാൻ നിന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവനും വിട്ടില്ല.
അവൻ ആ പറഞ്ഞതിന് അവൾക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. എന്നാ ഇപ്പോൾ ഒന്ന് പോയി തരുമോ? ഞാൻ ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ. മാറിക്കോന്നേ, ഞാൻ കണ്ടെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. അല്ലേലും നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ലേ. അത് പറയുന്നതിനിടയിൽ അവൾ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ടീഷർട്ടും അവൻ കൈക്കുള്ളിലാക്കിയിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ വിറങ്ങലിച്ചു പോയിരുന്നു. അവൾ പൊടുന്നനെ കൈകൾ കൂട്ടിപ്പിടിച്ചു മറച്ചു മുഖം തിരിഞ്ഞ് ചുവരിനോട് പതുങ്ങി നിന്നതും അവൻ ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നു. അല്ല, നേരത്തെ ഈ ഡ്രസ്സ് ഇടാൻ നേരം ഈ നാണമൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഉള്ളത് തന്നെയല്ലേ ഇപ്പോഴുള്ളൂ. ഒരു മന്ത്രണം പോലെ അവൻ അവളുടെ കാതോരം മൊഴിഞ്ഞതും ദേവ് ഒരു ഞെട്ടലോടെ അവന് നേരെ തിരിഞ്ഞു. അപ്പോ നേരത്തെ കള്ളുറക്കായിരുന്നല്ലേ? അവനിട്ടിരിക്കുന്ന ടീഷർട്ടിൽ പിടിമുറുക്കിയാണ് അവളുടെ ചോദ്യം. തൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ നിൽക്കുന്ന അവൻ്റെ നോട്ടത്തിൻ്റെ സഞ്ചാരദിശ എങ്ങോട്ടാണെന്ന് മനസ്സിലായതും അവൾ അയ്യേ എന്നും പറഞ്ഞു അവനിൽ നിന്നും കൈകൾ പിൻവലിക്കാനൊരുങ്ങവേ അവളുടെ ഇരു കൈയിലും അവൻ്റെ പിടി വീണു. അവളുടെ ഇരു കൈയും അവളുടെ പിന്നിലൂടെ കൊണ്ടുവന്നു. അവൻ തൻ്റെ ഇരു കൈയാലെ മുറുക്കി പിടിച്ചതും അവൾക്കൊന്ന് അനങ്ങാൻ പോലും ആയില്ല. അവൻ കണ്ണുകളിൽ പ്രണയവും കുസൃതിയും നിറച്ച് അവളിലോട്ട് നോട്ടം പായിച്ചു. ഇന്നർ വെയറിൽ കൂടി ദൃശ്യമാവുന്ന അവളുടെ മേനിയുടെ സൗന്ദര്യം അവൻ ഒരു നിമിഷം നോക്കി നിന്നു. അവളുടെ കഴുത്തിൽ ആ മറുക് അവന് വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം പകുതിയോളം പുറത്തേക്ക് ദൃശ്യമാവുന്ന അവളുടെ മാറിടവും, അതോടൊപ്പം താൻ ചാർത്തിയ താലിയും അവിടം പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലും അവളെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തു ചാടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പിയേട്ടാ, എന്തായി കാണിക്കുന്നത്? വിടാൻ അവൾ കുതറിമാറാൻ നോക്കുന്നുണ്ട്. അവളുടെ എതിർപ്പ് കൂടുന്തോറും അവനിൽ വാശിയും കുറുമ്പും കൂടിക്കൂടി വന്നു. അമ്മു, ഞാൻ കടിച്ച ഭാഗത്തെ കരിനിഴലിച്ച പാട് അതെവിടെയാ? ഞാൻ കാണുന്നില്ലല്ലോ. അതുക്കും താഴെയാ? ഞാനൊന്ന് നോക്കട്ടെ. തൻ്റെ കാതിൽ സ്വകാര്യം പോലെ പ്രത്യേക ഈണത്തിൽ പറയുന്നവനെ അവളൊന്ന് നോക്കി. ഇനിയിപ്പോൾ ഉള്ളതും കൂടി വലിച്ചു താഴ്ത്തുവോ എന്നവൾ ഭയന്നു പോയി. അവൻ്റെ കണ്ണുകളിലെ അന്നേരത്തെ ഭാവം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അബിയേട്ടാ, ഞാൻ ചുമ്മാ, പ്ലീസ് വിടൂന്നേ. വിടാം, പക്ഷേ നിനക്ക് ചെറിയ ശിക്ഷ തന്നിട്ടേ ഞാൻ വിടുള്ളൂ. എന്തിനാണെന്നറിയോ? ഇന്നിപ്പോൾ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ഒന്നുമല്ല. നീ ഇന്നലെ രാത്രി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം വെറും മുതലെടുപ്പാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ വിശ്വസിച്ചു എൻ്റെ സ്നേഹത്തിൻ്റെ ആഴളക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, നീ എൻ്റെ ആരാണെന്നും. അനു അവൾ നമ്മുടെ കല്യാണത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഈ ഒരു കല്യാണം നടക്കാൻ വേണ്ടി അനുവിനോട് ഞാനൊരു കള്ളം പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നിനക്കിട്ട് ഒരുമിച്ച് പണിയാന്ന്. അന്ന് എനിക്കങ്ങനെ പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് കള്ളാണെന്ന് തോന്നിയത് കൊണ്ടാവാം നിന്നോട് വന്ന് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എൻ്റെ പെങ്ങളായി പോയില്ലേ. ഇതിപ്പോൾ ഇന്ന് തന്നെ ഞാൻ അവളോട് ഇക്കാര്യം ചോദിക്കാനോ വഴക്ക് പറയാനോ നിന്നാൽ അവൾക്ക് നിന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ. എല്ലാം നീ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്ന് തോന്നിയുള്ളൂ. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ സീരിയലിലൊക്കെയും കാണുന്ന പോലെ പെങ്ങന്മാരുടെ കൂടെ കൂടി ഭാര്യയെ ഉപദ്രവിക്കാൻ കൂട്ടുനിൽക്കുന്ന ഭർത്താവാവാനോ സിനിമയിൽ കാണുന്ന പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് നിന്നെ റൊമാൻസിക്കാനോ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ വെറും ഭർത്താവ് മാത്രമല്ല, ഒരു സഹോദരൻ കൂടിയാണ്. അത് നീ മനസ്സിലാക്കണം. അത്രയും പറഞ്ഞ് അഭി നിർത്തി. എന്ത് മനസ്സിലാക്കാൻ? ഞാൻ അവരുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് എന്നെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ ഒന്നും പറഞ്ഞില്ലല്ലോ. അനിയത്തിമാർക്ക് വാരിക്കൊടുക്കുമ്പോൾ എനിക്കും കൂടി വാരിത്തന്ന നിങ്ങളുടെ കയ്യിലെ വാച്ചൊന്നും ഊരിപ്പോയില്ലല്ലോ. ഞാൻ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നതുപോലെയാ അവരുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ മനോഭാവം. ഇവിടെ എത്തിയാലോ ഇമ്രാൻ ഹാഷ്മിയും. അത് പിന്നെ നീ എൻ്റെ ഭാര്യയല്ലേ. എൻ്റെ ഭാര്യ അല്ലാതെ മറ്റു വല്ലവരോടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അമ്മു, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ സ്വകാര്യത മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാതെ ഇരിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം മനോഹരമാവുന്നത്. ആം ഐ കറക്റ്റ്? അവൻ പറഞ്ഞത് കേട്ടതും അവൾ യാന്ത്രികമായി തലയനക്കി. അപ്പോൾ നീ നേരത്തെ അവരുടെ മുന്നിൽ വെച്ച് കാണിച്ചത് മോശമല്ലേ? അബി അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാടിയൊതുക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഉണ്ടയാണ് ഉണ്ട. ഇയാളൊന്ന് പോയേ. ഇനിയും ഞാൻ അങ്ങനെ തന്നെ കാണിക്കും. ചിലപ്പോൾ കയറി ഉമ്മിച്ചെന്നും വരും. മുരടൻ. ചുമ്മാതല്ല ഹിറ്റ്ലർ എന്ന ഇരട്ട പേര് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയ്ക്ക് കയറിയതുമില്ല. അതിൻ്റെ പുറമെ ഹിറ്റ്ലർ എന്ന പേര് കൂടെ അവളുടെ വായിൽ നിന്ന് വീണതും അവൻ്റെ മുഖം ചുവന്നു വന്നു. അതേ ദേഷ്യത്തിൽ അവളുടെ ഇടത് മാറോരം അമർത്തി കടിക്കുകയും ചെയ്തതും അവളിൽ നിന്നും ഒരു ആർത്തനാദം ഉയർന്നു വന്നു. അവളുടെ നഖം അവൻ്റെ മുതുകിൽ അമർന്നു. താൻ കടിച്ചിടം അമർത്തി ഒഴിഞ്ഞു കണ്ണി നിറച്ച് നോക്കുന്നവളെ കണ്ടതും അവന് വിഷമം തോന്നി. സോറി, വേദനിച്ചോ? കടിച്ചിട്ട് വേദനിച്ചോന്നോ? പോടാ വൃത്തികെട്ടവനെ. ഇയാൾ പുറമെ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അത് കേട്ടതും അവൻ ചെറുചിരിയാലെ അവളുടെ കൈകൾ എടുത്തു മാറ്റി
അവനവിടം തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചതും അവൻ്റെ മീശത്തുമ്പ് കുത്തിയിറങ്ങി ചെറുനോവ് സമ്മാനിച്ചുവെങ്കിലും അവൻ്റെ അതരങ്ങളുടെ ചെറുചൂടിൽ അവൾ ആ വേദനയൊക്കെ മറന്നു പോയിരുന്നു. അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ തൻ്റെ പ്രിയപ്പെട്ട കറുത്ത മറകിലേക്ക് നീങ്ങി. അവനവിടെ അമർത്തി ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലും മാറിലും തോളിലും അമർന്നുകൊണ്ടേയിരുന്നു. അവൻ സമ്മാനിക്കുന്ന അനുഭൂതിയിൽ മതിമറന്നു അവൾ അവന് വിധേയമായി നിന്നു കൊടുത്തു. ആ നിമിഷം അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ അവളുടെ മുടിയിൽ കൊരുത്ത് വലിച്ചു. അവൻ അവളുടെ കഴുത്തിൽ നിന്നും തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. നാണത്താൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന അവളുടെ മാൻമിഴികൾ കരൽ മീനുകളെ പോലെ പിടയ്ക്കുന്നുണ്ട്. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. ഐ ലവ് യു. അവളുടെ കാതോരം ഏറെ പ്രണയത്തോടെ മൊഴിഞ്ഞതും അവളുടെ മുഖം വിടർന്നു. പിന്നീട് ഇരു കണ്ണിലും കവിളിലും മൂക്കിൻ തുമ്പിലും അവൻ നേരെ പ്രണയത്തോടെ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചപ്പോൾ അവൾ ആ ചുംബനം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവൻ്റെ കണ്ണുകൾ പിന്നീട് അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. ഇരുവരുടെയും അതരങ്ങൾ തമ്മിൽ നൂലിഴ വ്യത്യാസത്തിലാണുള്ളത്. ഇരുവരുടെയും നിശ്വാസങ്ങൾ തമ്മിൽ കൂടിക്കലർന്നു. അവൻ്റെ നോട്ടം അവളുടെ അതരങ്ങളെ ലക്ഷ്യം വെച്ച് താഴ്ന്നു വരുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ അറിയാതെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. അവളുടെ അതരങ്ങളെ അവൻ ഒന്ന് സ്പർശിച്ചതേ ഉണ്ടായിരുന്നു. ദേ വന്നു ഡോറിൽ തട്ട്. അഭിയേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ദേ അമ്മമ്മ വെയിറ്റ് ചെയ്യുന്നു. അച്ചുവിൻ്റെ ശബ്ദമായിരുന്നു അത്. തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾക്ക് ഭംഗം സംഭവിച്ചതിൻ്റെ നിരാശ അവൻ്റെ മുഖത്ത് പ്രകടമാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അവൻ്റെ ഫ്രഞ്ചിന് മുടക്കം വരുന്നത്. ആ, ഞാൻ വന്നോളാം, നീ പൊയ്ക്കോ, അഭി ഗൗരവത്തിൽ പറഞ്ഞു. നെറ്റിത്തട ഒഴിഞ്ഞുകൊണ്ടുള്ള അവൻ്റെ ആ നിൽപ്പ് കാണവേ അവൾക്ക് ചിരി വന്നു. അവളുടെ ചിരി കണ്ടതും അഭി അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയപ്പോഴാണ് അവൾക്ക് താൻ എങ്ങനെയാണുള്ളതെന്ന് ബോധം വരുന്നത്. അവൾ നാണത്തോടെ മുഖം തിരിഞ്ഞു നിന്നു. നിന്നെ ഞാൻ രാത്രി എടുത്തോളാം. ഇന്നലെ മുടങ്ങിപ്പോയ നമ്മുടെ ആദ്യ രാത്രി ഇന്നായിരിക്കും നടക്കുക. പിന്നെ നടക്കും. ഇയാൾ കാത്തിരുന്നോ? ഇന്ന് നമ്മളെ ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകും. ഇന്ന് നമ്മൾ അവിടെയാ. ഇന്നലെ രാത്രി എന്നെ ഇവിടെ തനിച്ചാക്കി പോയില്ലേ, അതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ മുറിയിലെ ഒറ്റയ്ക്ക് വിട്ടിട്ടേ ഞാനും പോവും. കുറുമ്പോടെ അതിലുപരി പരിഭവത്തോടെ പറയുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി നിന്നു. എങ്ങോട്ട് പോവും? അവനിലും കുറുമ്പ് നിറഞ്ഞു. എങ്ങോട്ടെങ്കിലും പോവും, നോക്കിക്കോ. ശരി, നമുക്ക് കാണാം. അതും പറഞ്ഞു മുഖം തിരിഞ്ഞു നിൽക്കുന്നവളുടെ നഗ്നമായ പുറമേനിയിൽ അവൻ അമർത്തി ചുംബിച്ചു. ശേഷം മുറിവിട്ടിറങ്ങി. പെട്ടെന്ന് കുർത്തി ടോപ്പും ധരിച്ച് അവൾ അവന് പിന്നാലെ വെച്ച് പിടിച്ചു. ആമി ഒഴികെ എല്ലാവരും തീന്മേശയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അഭി തൻ്റെ സ്ഥിരം സ്ഥാനത്ത് വന്നിരുന്നു. ഇടവും വലവും ബോഡി ഗാർഡ്സും. ദേവു അങ്ങോട്ട് ഇരുന്നോളൂ, ഞാൻ വിളമ്പിക്കോളാം. എല്ലാവർക്കും മുന്നിലും പ്ലേറ്റ് വെക്കുന്നതിനിടയിൽ ആമി പറഞ്ഞു. വേണ്ട ചേച്ചി, നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നും പറഞ്ഞു ദേവു ആമയുടെ കൂടെ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ തുടങ്ങി. ദേവു കാസറോളിൽ നിന്നും ഇഡലി എടുത്ത് ആദ്യം അമ്മമ്മയുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അന്നേരം ആമി കറി വിളമ്പി. അബിയുടെ ഇടതുവശം ഇരിക്കുന്ന ചോട്ടുവിൻ്റെ പ്ലേറ്റിലേക്ക് ഇഡലി ഇടാൻ നേരം ദേവു അവളെ നോക്കി കണ്ണു ചിമ്മി. ശേഷം അബിയുടെ പ്ലേറ്റിലേക്ക് ഇഡലി ഇടാൻ നേരം അബി അവളൊന്ന് നോക്കി. ആ നോട്ടത്തിൽ പ്രണയം കലർന്നിരുന്നെന്ന് അവൾ തിരിച്ചറിഞ്ഞതും അവളിൽ നാണം നിറഞ്ഞു. അബിയുടെ വലതുവശം അപ്പുവായിരുന്നു. അപ്പുവിൻ്റെ പ്ലേറ്റിലേക്ക് ഇഡലി ഇട്ട് കൊടുക്കാൻ നേരം അപ്പു തൻ്റെ പ്ലേറ്റിന് മുകളിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കയ്യിൽ നിന്നും കാസറോൾ പിടിച്ചു വാങ്ങിയതും ആ ഒരു നിമിഷം ദേവുവിന് ഒരുപാട് സങ്കടം തോന്നി. ഇത്രത്തോളം ദേഷ്യം തോന്നാൻ താൻ ഇവരോടൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. അപ്പുവിൻ്റെ പ്രവൃത്തി കണ്ടതും അനു വിജയീ ഭാവത്തോടെ ദേവുവിനെ ഒന്ന് നോക്കി പുച്ഛിച്ചു. ഇത് കണ്ട അബിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന് വരുന്നത് തിരിച്ചറിഞ്ഞ ദേവു പെട്ടെന്ന് വിഷയം മാറ്റാനെന്നവണ്ണം ആമിക്ക് നേരെ നോട്ടം പായിച്ചു. ആമി ചേച്ചി, നമ്മൾ എന്തിനാ ചുമ്മാ ഇവിടെ പോസ്റ്റ് ആവുന്നത്? ചേച്ചി അവിടെ ഇരുന്നോളൂ, ഞാനിവിടെ ചോട്ടുവിൻ്റെ കൂടെ ഇരുന്നോളാം എന്നും പറഞ്ഞു ചോട്ടുവിനെ മടിയിലിരുത്തി ദേവ് അബിയുടെ തൊട്ടരികിൽ വന്നിരുന്നു. ആമി മറ്റേ ചെയറിലും. നമുക്ക് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കാട്ടോ എന്നും പറഞ്ഞു ദേവ് ചോട്ടുവിനും വാരിക്കൊടുത്തു. അതിനൊപ്പം അവളും കഴിക്കുന്നുണ്ട്. ചോട്ടുവിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. അബി ടേബിളിന് ചുറ്റും കണ്ണോടിച്ചു. 8 ചെയർ വരുന്ന ടേബിളായിരുന്നു. ഇപ്പോൾ അതിലൊരു കസേര മിസ്സാണ്. അതെവിടെ പോയി? അബി ചിന്തിച്ചു. ഇവിടുത്തെ ഒരു ചെയർ എവിടെ? അബി ഗൗരവത്തിൽ ചോദിച്ചു. ശരിയാ, ഇപ്പോൾ 7 ചെയറല്ലേ ഉള്ളൂ. ചോട്ടു, നീ മുറിയിലെങ്ങാനും കൊണ്ടുവച്ചായിരുന്നോ? ആമിയായിരുന്നു ചോദിച്ചത്. ഇല്ല ആമി ചേച്ചി, ഞാൻ എടുത്തില്ല. അത് അപ്പു ചേച്ചി നേരത്തെ മുകളിലോട്ട് എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. ചോട്ടു പറഞ്ഞത് കേട്ടതും കാര്യം മനസ്സിലായ അബി അപ്പുവിനെ നോക്കിയതും അപ്പു തല താഴ്ത്തി. ആ നിമിഷം അബി കഴുപ്പ് നിർത്തി എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും ദേവു അവൻ്റെ ഇടത് കൈയിൽ മുറുക്കി പിടിച്ചു. ആ നിമിഷം അവളുടെ ഉള്ളം കൈയിലെ തണുപ്പ് അവൻ്റെ ശരീരത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പടർന്നതും അവൻ കഴുപ്പ് തുടർന്നു. ചോട്ടുവിന് അബിയേട്ടൻ വാരി തന്നില്ലല്ലോ, വാരിത്തരാൻ പറ. ദേവു പറഞ്ഞത് കേട്ടതും അബി ചോട്ടുവിന് നേരെ സ്നേഹത്തോടെ അതിലുപരി വാത്സല്യത്തോടെ ഭക്ഷണം നീട്ടിയതും അവൾ വിടർന്ന മുഖത്തോടെ അത് വാങ്ങിച്ചു. ഇനി ചോട്ടു അങ്ങോട്ട് കൊടുക്ക്. ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കുന്നത്, അതുകൊണ്ടേ ചേച്ചി കൊടുത്താൽ പോരെ.
മതി. ദേവു പറഞ്ഞത് ശരിവെക്കും പോലെ ചോട്ട് തലയാട്ടി. അടുത്ത നിമിഷം അബിയുടെ വായ്ക്ക് നേരെ ദേവു ഭക്ഷണം കൊണ്ടുവന്നതും എന്ത് ചെയ്യണമെന്നറിയാതെ അബി കുഴങ്ങി. താൻ നീട്ടിയ ഭക്ഷണം വാങ്ങിക്കാതെ നിൽക്കുന്ന അവനെ കണ്ടതും ദേവുവിന് ഒരു നിമിഷം സങ്കടം തോന്നി. കണ്ണു നിറയും എന്ന അവസ്ഥയിലായതും അത് മനസ്സിലാക്കിയ അബി അത് വാങ്ങിക്കഴിച്ചതും ദേവുവിൻ്റെ മുഖം വിടർന്നു. ഇത് കണ്ടതും 3 ജോഡി കണ്ണുകളിൽ പകയെരിഞ്ഞു. ദേവു തങ്ങളെ മുറിയിലെ ബാൽക്കണിയിലിരുന്ന് എന്തൊക്കെയോ ചിന്തയിലായിരുന്നു. അപ്പുവിൻ്റെ നേരത്തെയുള്ള പ്രവൃത്തി ദേവുവിൻ്റെ മനസ്സിൽ ഒരു നോവായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ചോട്ടു സെറ്റായ സ്ഥിതിക്ക് അടുത്ത ടാർഗറ്റ് അപ്പുവാണ്. പക്ഷെ നേരത്തെ തന്നെ നോവിച്ചു വിട്ടതിന് അവൾക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് മതി അവളോട് സ്നേഹം കാണിക്കൽ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീടിന് മുന്നിലെ മതിലിലൂടെ ഒരു പയ്യൻ തലയിട്ട് എത്തി നോക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവള് കാര്യം അന്വേഷിക്കാൻ വേണ്ടി താഴേക്ക് ചെന്നു. വീടിൻ്റെ അടുക്കള വശത്തൂടെയുള്ള ഗേറ്റിൽ കൂടി പുറത്ത് കടന്നു. ആ ചെറുക്കനെ പിന്നിലൂടെ വന്ന് തോണ്ടിയതും പയ്യൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. കണ്ടാൽ 17 അല്ലെങ്കിൽ 18 വയസ്സ് അത്ര മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ. ദേവുവിൻ്റെ മുന്നിൽ കണ്ടതും ചെക്കൻ നിന്ന് പരുങ്ങി. അവൻ ഓടാൻ ഒരുങ്ങിയതും അവൾ പിടിച്ചു നിർത്തി. ഓടല്ലേ ഓടല്ലേ, ഞാൻ ശത്രുവല്ല, മിത്രമാണ്. ചെക്കൻ ഒരു നിമിഷം അവളെ സംശയത്തോടെ നോക്കി. ആനേ, എന്താ അനിയന് വേണ്ടത്? ലബ്ബാണോ? ആരാ കക്ഷി? പറ, ഞാൻ നിന്നെ സഹായിക്കാം. ചുമ്മാ, അവൻ പറഞ്ഞു. അല്ലട ചെറുക്ക, ഉറപ്പ്. നിങ്ങളാ ഹിറ്റ്ലറുടെ ഭാര്യയല്ലേ? എനിക്ക് വിശ്വാസം പോരാ. രണ്ടാളും കൂടിയുള്ള ഒത്തുകളിയല്ലേ ഇത്? അവൻ ചോദിച്ചു. ഭാര്യ അതൊക്കെയാണ്, പക്ഷേ ഇപ്പം ഞാൻ നിന്റെ കൂടിയാണ്. പറയടാ അനിയ, ആരാ കക്ഷി? നിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അപർണ ആവാനാണ് സാധ്യത, ആണോ? ദേവുവിൻ്റെ ചോദ്യം കേട്ട് അവൻ നാണത്തോടെ തലയണക്കി. കൊച്ചു കള്ളൻ, മുട്ടേന്ന് വിരിഞ്ഞില്ല. അതൊക്കെ പോട്ടെ. ലെറ്റർ വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവളെ ഏൽപ്പിച്ചേക്കാം. നിനക്കുള്ള മറുപടി നാളെ തന്നെ തരാനും പറയാം. അനിയനെ, നാളെ ഇവിടെ തന്നെ വന്നാൽ മതിട്ടാ. നിന്റെ നമ്പർ തന്നാൽ മതി. നീ ഇവിടെ എത്തി എനിക്കൊരു മിസ് കോൾ തന്നാൽ മതി. ചേച്ചിയെ ഞാൻ വിശ്വസിച്ചോട്ടെ? പിന്നല്ല, നിന്റെ അമ്മയ്ക്കും അച്ഛനും പിറക്കാതെ പോയാൽ നിന്റെ സ്വന്തം ചേച്ചിയാണെന്ന് കരുതി വിശ്വസിച്ചോ? പിന്നെ സംഭവം സെറ്റായ എനിക്ക് ചെലവ് ചെയ്യണം കേട്ടോ. അത് ഞാൻ ഏറ്റു ചേച്ചി. നമുക്ക് അപർണയും കൂട്ടി ഒരുമിച്ച് സ്റ്റാർബക്സിൽ പോവാം. സെറ്റല്ലേ? അതെന്നെ കൊണ്ട് താങ്ങുമോ ചേച്ചി? എടാ, നീ അങ്ങോട്ട് നോക്ക്. ദേവു തങ്ങളുടെ വീട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ഹിറ്റ്ലറുടെ പെങ്ങന്മാർക്കുള്ളതാ. ആ കിടക്കുന്ന കാറുകളുണ്ടാ, അതിലേത് വേണോന്ന് നീ നോക്കി സെലക്ട് ചെയ്യ്. കോടികൾ സ്ത്രീധനം കിട്ടുമ്പോഴാണ് അവൻ്റെ ഒരു എച്ചിക്കണക്ക്. പിന്നെ ആ റോയൽ എൻഫീൽഡേ നോട്ടിടല്ലേ, അതെൻ്റെയാ. ദേവു പറഞ്ഞതൊക്കെയും കേട്ട് അവൻ വായും പൊളിച്ച് നിൽപ്പുണ്ട്. ശരി, എല്ലാം ചേച്ചിയുടെ ഇഷ്ടം എന്നും പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ എടുത്ത് ദേവുവിൻ്റെ കയ്യിൽ കൊടുത്തു. കൂടെ ഫോൺ നമ്പറും കൈമാറി. എന്നാ അനിയൻ ചെല്ല്, ചേച്ചി നാളെ മറുപടിയുമായി ഇവിടെ വരാട്ടോ. അതും പറഞ്ഞ് ദേവു അവനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് മുൻവശത്തെ ഗേറ്റും കടന്ന് വീടും ലക്ഷ്യം വെച്ച് നടന്നു. ഡി അപ്പൂ, നിനക്കുള്ള പണി പാലും വെള്ളത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നും മനസ്സിൽ പറഞ്ഞു ദേവു അകത്തേക്ക് നടന്നു. ഹാളിലെ സിംഗിലിരുന്ന് അഭി ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ചോട്ടു അവൻ്റെ ഫോണിൽ കാർട്ടൂൺ കാണുന്നുണ്ട്. അച്ചു അവൻ്റെ തല മസാജ് ചെയ്യുന്നുണ്ട്. അപ്പു ചോട്ടുവിൻ്റെ കൂടെ ഫോൺ നോക്കുന്നുണ്ട്. അനു അവൻ്റെ മറുവശത്തുണ്ട്. അപ്പു, ദേ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഒരുത്തം വന്നിരുന്നു. ആ പയ്യൻ ഇത് നിനക്ക് തരാൻ പറഞ്ഞു. നിങ്ങളുടെ ഗ്രൂപ്പ് സെമിനാറിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണെന്നും പറഞ്ഞു. അത്രയും പറഞ്ഞു. ദേവു ഉള്ളിലൊളിപ്പിച്ച് ചിരിയാലെ ആ ലെറ്റർ അപ്പുവിന് നേരെ നീട്ടിയതും അഭിയാണ് അത് വാങ്ങിച്ചത്. അഭി തുറന്നു നോക്കി വായിക്കാൻ തുടങ്ങി.